ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സിമ്പിൾ ഡേ ആൻഡ് മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഒരു ഫുള്ളായിട്ടില്ല, ഹാഫ് വരെ, ഉച്ച വരെയുള്ള ഡേ ആൻഡ് മൈ ലൈഫാണ്. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അവസാനം വരെ കാണാൻ നോക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മെഷീനിൽ തിരുമ്പിയ തുണികളൊക്കെ ഒന്ന് തോരട്ടു. അതിന് ശേഷം കുട്ടികളെ മദ്രസ വിട്ടിട്ട് ഞാൻ കുറച്ച് ചായ കുടിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ബെഡ്ഷീറ്റൊക്കെ റെഡിയാക്കി. എന്നിട്ട് ഞാൻ ചായ കുടിച്ചിട്ട് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. എളുപ്പപ്പണിയാണെന്നൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വേഗം പുട്ടിനുള്ളത് പരിപാടി നോക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തേങ്ങ ചിരവുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പുട്ടേ ഉണ്ടാക്കേണ്ടുള്ളൂ, കാരണം കുട്ടികളും ഞാനും മാത്രമാണ്. ഇക്ക പോയല്ലോ. അപ്പോൾ അതിന് ശേഷമുള്ള ഒരു ചെറിയ ഡേ മൈ ലൈഫാണ് കേട്ടോ. അത് ഫുള്ളായിട്ടില്ല, ഹാഫ് വരെയുള്ള ഒരു ഡേ മൈ ലൈഫാണ്. പിന്നെ നമ്മുടെ സ്വന്തം അജ്മി പുട്ടാണ് കേട്ടോ. അജ്മി പുട്ടിന് എത്ര വെള്ളം ചേർത്താലും അത് കാണില്ല. വെള്ളം ഒഴിച്ച് ഞാൻ ഒരു വിധമായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നനച്ച് കുതിർത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് നനച്ചിടുകയാണ് കേട്ടോ. നനച്ച് സെറ്റാക്കി. അപ്പോഴത്തേന് ഞാൻ പുട്ടിനുള്ള വെള്ളം കൂടിയും വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസിന്. 5 മിനിറ്റ് കഴിഞ്ഞ് വന്ന് വീണ്ടും ഞാനൊന്ന് പുട്ട് ഒന്നും കൂടി ഒന്ന് നനവ് സെറ്റാക്കുകയാണ്. എൻ്റെ തരിയൊക്കെ മാറ്റി നല്ല നൈസാക്കിയിട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. വെള്ളം ഒഴിച്ചതൊന്നും കാണുന്നില്ല. ഒക്കെ റെഡി, കുഴലും കാസറോളൊക്കെ റെഡിയാക്കി വെച്ച് പുട്ടിന് ഞാൻ കുറച്ച് പുട്ടേ ഉണ്ടാക്കണുള്ളൂ. കുട്ടികൾക്ക് പുട്ടായതുകൊണ്ട് കഴിക്കാതിരിക്കില്ല, പക്ഷെ കുറേശ്ശെയാണ് പുട്ടായതുകൊണ്ട് കഴിക്കുള്ളൂ. അപ്പോൾ പുട്ടിന് ഇന്നലത്തെ മീൻ കറി കേട്ടോ, നല്ല മൺചട്ടിയിൽ വെച്ച മീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് അങ്ങനെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാനൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ. കുട്ടികൾ വരുമ്പോഴത്തേനും അവരുടെ പാവകളൊക്കെ മാറ്റി. പിന്നെ വെള്ളം കോരാൻ പോയി. കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരാനാണ് കേട്ടോ. പുറത്ത് കിണറ്റിൽ നിന്ന് കോരി കൊണ്ടുവരാനാണ് കുടിക്കണ വെള്ളം. എല്ലാം കഴിഞ്ഞ് ഞാനും പൂച്ചക്കുട്ടി, ഒരു ലില്ലി പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അതും കൂടി കുട്ടികളെ കാത്തിരിക്കുകയാണ്. അങ്ങനെ മക്കൾ വന്നു, മദ്രസ വിട്ട് വന്നിക്കുകയാണ്. പെട്ടെന്ന് വിടും മദ്രസ, ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട്. അതിന് ശേഷം പൂച്ചക്കുട്ടിനെ കുറച്ച് നേരം കളിപ്പിച്ച് പുറത്തുനിന്നൊക്കെ ഒന്ന് മെല്ലെ കയറാൻ പറഞ്ഞ് അങ്ങനെ കയറി ഡ്രസ്സ് മാറി കൈയൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴിക്കുന്നതിന് ശേഷം വന്ന് ചായ കുടിക്കാതിരിക്കുകയാണ് മക്കൾ. എന്തൊക്കെയേ പറയണ്ടേ ഹിബമോള് എന്താ പറയണതെന്ന് മനസ്സിലാവണില്ല. ഇപ്പം മീനൊന്നും കഴിക്കില്ല അവർ കേട്ടോ. മീൻ കറി മാത്രം കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. മീൻ അധികം വലിയ താല്പര്യമല്ല മീനിനോട്. കറി നല്ല ഇഷ്ടമാണ് അവർക്ക്. അങ്ങനെ ഇനി അവർ ടേബിളിൻ്റെ അവിടെ നിന്ന് ഇനി TV കാണാൻ പോവുകയാണെന്നൊക്കെയാണ് ഉള്ള യാത്രാമൊഴി ഇതൊക്കെയാണ് പറയണത്. TV കണ്ടിട്ട് ഈ നേരത്തെ ഡോറ ബുജി കണ്ടിട്ട് ഇരുന്നിട്ട് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബെഡിൻ്റെ സൈഡിൽ പോയിരുന്ന് കഴിക്കുകയാണ് രണ്ടുപേരും. അതിനിടയിൽ ഹിബമോള് പറയുന്നുണ്ട്, ഉമ്മച്ചി ഞാൻ കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കട്ടെ ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുക കാരണം അവരെന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ മെല്ലെ മിണ്ടാതിരുന്നിട്ട് അങ്ങനെ കഴിക്കുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്ത് ഉച്ചയ്ക്ക് ചോറൊക്കെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ ചെറിയൊരു രസപ്പുളി ഉണ്ടാക്കുകയാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള മുളക് പുളി, വെറുതെ ഒരു പുളി ഉണ്ടാക്കി. അതിന് ശേഷം പപ്പടം പൊരിച്ച് ഉച്ചക്കുള്ള ചോറിന് എളുപ്പത്തിനായിട്ടുള്ളൊരു ഇതാണ്. പിന്നെ കോഴിമുട്ട, നല്ല ചമ്മന്തി ഉണ്ട്, ഉണക്കമുളക് ചുട്ടരച്ച ചമ്മന്തി, ചോറ്. ഇതൊക്കെയാണ് നമ്മുടെ ഉച്ച വരെയുള്ള ലഞ്ചിൻ്റെ വിഭവങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കണു. ബൈ.